സാക്ഷിയാകണം. എനിക്കായി ക്രൂശിൽ മരിച്ച എന്റെ യേശുവിന്റെ സാക്ഷിയാകണം. ഒന്നേ എന്നാശ, ഒന്നേ എന്നാശ, എനിക്കാശ വേറെ ഒന്നുമില്ലിനി. എനിക്കായി ജീവൻ വെടിഞ്ഞ എന്റെ യേശുവിന്റെ വിശുദ്ധയാകണം. എനിക്കായി ജീവൻ വെടിഞ്ഞ എന്റെ യേശുവിന്റെ വിശുദ്ധയാകണം. ഒന്നേ എന്നാശ, ഒന്നേ എന്നാശ, എനിക്കാശ വേറെ ഒന്നുമില്ലിനി. എനിക്കായി ക്രൂശു വഹിച്ച എന്റെ യേശുവിന്റെ ശിഷ്യയാകണം. എനിക്കായി ക്രൂശു വഹിച്ച എന്റെ യേശുവിന്റെ ശിഷ്യയാകണം. ഒന്നേ എന്നാശ, ഒന്നേ എന്നാശ, എനിക്കാശ വേറെ ഒന്നുമില്ലിനി. എനിക്കായി ഉയർത്തു ജീവിക്കും എന്റെ യേശുവിന്റെ പിൻപേ പോകണം. എനിക്കായി ഉയർത്തു ജീവിക്കും എന്റെ യേശുവിന്റെ പിൻപേ പോകണം. ഒന്നേ എന്നാശ, ഒന്നേ എന്നാശ, എനിക്കാശ വേറെ ഒന്നുമില്ലിനി. എൻ ജീവിതത്തിൻ വാട്ടം മാറ്റിയ എന്റെ യേശുവിനെ സ്തുതിച്ചു തീർക്കണം. എൻ ജീവിതത്തിൻ വാട്ടം മാറ്റിയ എന്റെ യേശുവിനെ സ്തുതിച്ചു തീർക്കണം. ഓട്ടം തികയ്ക്കണം, വേളയും തികയ്ക്കണം, വേറെ ആശയൊന്നുമില്ലെനിക്ക്. എന്റെ പാപമെല്ലാം കഴുകി മാറ്റിയ എന്റെ യേശുവിനെ വാഴ്ത്തിപ്പാടണം. എന്റെ പാപമെല്ലാം കഴുകി മാറ്റിയ എന്റെ യേശുവിനെ വാഴ്ത്തിപ്പാടണം. അന്ത്യമാം കാഹളം ധ്വനിച്ചിടുമ്പോൾ പറന്നുയർന്ന ശുദ്ധരോടൊത്ത് മധ്യവാനിൽ എത്തി ഞാൻ എൻ്റെ പ്രാണപ്രിയൻ പാദം ചുംബിക്കും. മധ്യവാനിൽ എത്തി ഞാൻ എൻ്റെ പ്രാണപ്രിയൻ പാദം ചുംബിക്കും. ഒന്നേ എന്നാശ, ഒന്നേ എന്നാശ, എനിക്കാശ വേറെ ഒന്നുമില്ലിനി. എനിക്കായി ക്രൂശിൽ മരിച്ച എന്റെ യേശുവിന്റെ സാക്ഷിയാകണം. എനിക്കായി ക്രൂശിൽ മരിച്ച എന്റെ യേശുവിന്റെ സാക്ഷിയാകണം. ജീവിത പ്രതിസന്ധികളുടെ നീർച്ചുഴിയിൽപ്പെട്ട് നട്ടം തിരിയുന്നവനാണോ നീ? പാപഭാരത്താൽ നിന്റെ മനസ്സ് തളർന്നിരിക്കുകയാണോ? വരൂ, യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിലേക്ക്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്ന ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ രാജ്യാന്തര സുവിശേഷ മഹായോഗം ഡിസംബർ 27 മുതൽ 31 വരെ കോലഞ്ചേരി ഞാറ്റുംകാലായിൽ ഹിൽ ടോപ്പിൽ വച്ച് നടത്തപ്പെടുമ്പോൾ പ്രത്യാശ നൽകുന്ന ക്രിസ്തുവിൻ്റെ അദൃശ്യകരങ്ങൾ നിന്നെ സ്പർശിക്കട്ടെ. വീണുപോയാൽ നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന കരം. വീണുപോയോ? പേടിക്കണ്ട, അടുത്ത് താങ്ങാൻ യേശുവുണ്ട്. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിലെ കർത്തൃ ശുശ്രൂഷകർ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. ഇപ്പോൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന യശശരീരനായ പ്രൊഫസർ MY യോഹന്നാൻ സാർ ചെയ്ത അനശ്വരമായ വചന ശുശ്രൂഷകളും നിങ്ങൾക്ക് ശ്രവിക്കാം. സഭയുടെയും സമുദായത്തിൻ്റെയും അതിർവരമ്പുകൾക്കതീതമായി നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ വചനത്തിലേക്ക്, ഈ വചനവേദിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 5-6 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ചു പുളച്ച് കൊല ദിവസത്തിലെന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ച് കൊന്നു, അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നതുമില്ല. നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ച് പുളച്ച് കുലദിവസത്തിലെന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. സുഖിച്ച് പുളച്ച് സ്വയം പോഷിപ്പിക്കുന്നു. മനുഷ്യൻ ഈ ലോകത്തിലെ സുഖങ്ങളും ഈ ലോകത്തിലെ സന്തോഷങ്ങളും ഈ ലോകത്തിലെ സുഖഭോഗങ്ങളും ഈ ലോകത്തിലെ ആനന്ദകരമായ ആഹ്ലാദകരമായ അനുഭവങ്ങളും മാത്രം മോഹിച്ചും ആഗ്രഹിച്ചും അവൻ്റെ ദിവസങ്ങൾ നയിച്ചു കൊണ്ടിരിക്കുകയാണ്. സുഖിച്ച് പുളച്ച് തങ്ങളെ തന്നെ പോഷിപ്പിക്കുന്നു. അപ്പോസ്തലൻ പറയുകയാണ്, മനുഷ്യർ ഇന്ന് ഈ ഭൗതിക സുഖങ്ങളിലേക്ക് മാത്രം ദൃഷ്ടി ഊന്നി നിൽക്കുന്നു. ഭൗതിക സുഖഭോഗങ്ങൾ മാത്രം. നിങ്ങൾ ചിലരെങ്കിലും വായിച്ചു കാണും, ഒലിവർ ഗോഡ്സ്മിത്ത് എഴുതിയ ദ വികാർ ഓഫ് വേക്ക്ഫീൽഡ് എന്ന് പറഞ്ഞൊരു പുസ്തകം, ഒരു നോവലാണത്. ദ വികാർ ഓഫ് വേക്ക്ഫീൽഡിലെ വികാരി. ഈ വികാരി അച്ഛൻ ഡോക്ടർ പ്രിംറോസ് എന്ന് പറയുന്നൊരു അച്ഛനാണ്. ഡോക്ടർ പ്രിംറോസ്. ഈ വികാരി അച്ഛൻ അദ്ദേഹം മനുഷ്യജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ച്, നിസ്സാരമായ മനുഷ്യജീവിതം, മാറിപ്പോകുന്ന മനുഷ്യജീവിതം, നശിച്ചു പോകുന്ന മനുഷ്യജീവിതം, ഈ ഭൂമിയിലെ താൽക്കാലികമായ വാസം കഴിഞ്ഞ് മനുഷ്യൻ നിത്യത്തിലേക്ക് പോകുമെന്നുള്ള മനുഷ്യജീവിതം, അതിനെക്കുറിച്ച് വളരെ അവഗാഢമായി ചിന്തിക്കുകയാണ്. ആ പുസ്തകം ഈ അച്ഛൻ തന്നെ പറയുന്ന ഒരു കഥ പോലെയാണ് ആ പുസ്തകത്തിൻ്റെ പോക്ക്. വളരെ മനോഹരമായൊരു ആശയമാണ് അതിനകത്തുള്ളത്. അങ്ങനെയൊരു യാത്ര പോവുകയാണ് മനുഷ്യൻ. യാത്ര എങ്ങോട്ടാണ് യാത്ര? ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാണ് യാത്ര? ഞാൻ എൻ്റെ ഭവനത്തിലേക്ക്. അത് വീട്ടിലേക്കല്ലേ? എവിടെയാണ് വീട്? ആളുകൾക്കറിയാം ഈ അച്ഛൻ്റെ വീട് എവിടെയാണെന്ന്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. എവിടെ വീട്? ഞാനിപ്പോൾ തൽക്കാലം താമസിക്കുന്നത് എവിടെയാണ്, പക്ഷേ ഞാൻ എൻ്റെ നിത്യ വീട്ടിലേക്ക് പോവുകയാണ്. ഒരു ജീവിതയാത്ര, നിത്യമായ വീട്ടിലേക്കുള്ള യാത്ര. ആളുകൾക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ അച്ഛൻ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. നിത്യമായൊരു വീടുണ്ട്, നിത്യമായൊരു വാസസ്ഥാനമുണ്ട്, ഈ താൽക്കാലിക ഭവനത്തിൽ നിന്ന് വിട്ടുപോകുന്നൊരു ദിവസമുണ്ട്, ഈ ശരീരത്തിൽ നിന്ന് മാറിപ്പോകുന്നൊരു ദിവസമുണ്ട്, ഈ ശരീരം അനുഭവിക്കുന്ന ഈ സുഖഭോഗങ്ങളും ആനന്ദാരവങ്ങളും എല്ലാം നിലച്ചു പോകുന്നൊരു ദിവസമുണ്ട്. എല്ലാം തീരും. ഈ ഹൃദയത്തിൻ്റെ സ്പന്ദനം നിലയ്ക്കും. ജീവിതത്തിൻ്റെ ഗതിവിഗതികളെല്ലാം മാറും. മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. ഈ നീണ്ടൊരു യാത്ര, ജീവിതയാത്ര, യാത്രയിലാണെന്നാണ് ജീവിതയാത്ര. പ്രിയപ്പെട്ടവരെ, ജീവിതം ഒരു യാത്രയാണ്. മരണം വരെയുള്ളൊരു യാത്ര. അങ്ങ് അനന്തതയിലേക്കുള്ള യാത്രയാണ്, നിത്യതയിലേക്കുള്ള യാത്രയാണ്. നമ്മുടെ ജീവിതത്തിൽ സുഖിച്ച് പുളയ്ക്കാൻ വാസ്തവത്തിൽ നമുക്ക് നിത്യതയെക്കുറിച്ച് ചിന്തയുണ്ടെങ്കിൽ സാധിക്കുകയില്ല. നിത്യതയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാൾ സുഖിച്ച് പുളയ്ക്കാൻ തോന്നുകയില്ല. അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ച് പുളച്ച് കൊലദിവസത്തിലെന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. കൊല്ലുവാൻ നിർത്തിയിരിക്കുന്ന ആടിന് നല്ല ഭക്ഷണം കൊടുത്ത് തന്നെ പോഷിപ്പിക്കുന്നത് പോലെ, കൊല്ലുവാൻ ഉദ്ദേശിക്കുന്ന ആടിന് അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗത്തെ കൊന്ന് അതിൻ്റെ മാംസം എടുക്കുവാൻ ആഗ്രഹിക്കുന്നതായ ആ ജീവിയെ ഭക്ഷണം കൊടുത്ത് പോഷിപ്പിച്ച് അതിനെ വളർത്തി നിർത്തുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു അന്ത്യത്തിലേക്ക് പോവുകയാണ് നിങ്ങൾ അറിയുന്നില്ല, അവസാനത്തിലേക്ക് നീങ്ങുകയാണ് നിങ്ങൾ അറിയുന്നില്ല. അപ്പോസ്തലൻ പറയുകയാണ്, കൊല ദിവസത്തിലെന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. ഒരു കൊല ദിവസത്തിലേക്ക് നിങ്ങൾ ഒരുങ്ങുകയാണ്, മരണത്തിലേക്ക് നിങ്ങൾ പോവുകയാണ്. ശരീരത്തെ പോഷിപ്പിക്കുന്നു, ജീവിതത്തെ പോഷിപ്പിക്കുന്നു. സന്തോഷങ്ങൾ, ഇഹലോകത്തിലെ സുഖഭോഗങ്ങൾ, അതിൽ ലയിച്ചും അത് മാത്രം ലാക്കാക്കി മനുഷ്യൻ ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സുഖിച്ച് പുളച്ച് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ച് പുളച്ച് കൊല ദിവസത്തിലെന്ന പോലെ
നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. ആഡംബരത്തോടെ സുഖിച്ച് പുളച്ച് സുഖലോലുപരായി ജീവിക്കുന്നു. സുഖിക്കണം, രസിക്കണം, ആനന്ദിക്കണം എന്നുള്ളതേ ചിന്തയുള്ളൂ. പഴയ എപ്പിക്കൂരിയൻ ഫിലോസഫി എന്ന് പറയുന്നത് എപ്പിക്കൂറസ് പറഞ്ഞ ഒരു തത്വചിന്തയാണ്. തിന്നുക, കുടിക്കുക, നാളെ ചാകുമല്ലോ. തിന്നുക, കുടിക്കുക, നാളെ ചാകുമല്ലോ. ഈ ഒരു ഫിലോസഫി, ഈ ഒരു താത്വിക അവബോധം ഇന്ന് എല്ലാ മനുഷ്യരെയും ബാധിച്ചിരിക്കുകയാണ്. മരിക്കുന്നതിന് മുൻപ് സുഖിച്ച് തീർക്കുക, മരിക്കുന്നതിന് മുൻപ് ആനന്ദിച്ച് തീർക്കുക, മരിക്കുന്നതിന് മുൻപ് രസിച്ച് തീർക്കുക, സുഖിച്ച് തീർക്കുക. എന്നാൽ മനുഷ്യനറിയുന്നില്ല ഒരു വലിയ നിത്യമായ കാലം പിന്നെ മുന്നിൽ കിടക്കുന്നുണ്ട് എന്ന്, അനന്തമായ നിത്യത മുന്നിൽ കിടക്കുന്നുണ്ട് എന്ന്, ഒരിക്കലും തീരാത്തതായ നിത്യതയിലേക്ക് നാം പ്രയാണം ചെയ്യുകയാണെന്ന് മനുഷ്യനറിയുന്നില്ല. ഓർക്കൂ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്ന് ഈ ഭൗതിക ഇമ്പങ്ങൾക്ക് വേണ്ടി നാം സമയം ചെലവഴിക്കുകയാണ്. ലോകം തൽക്കാലത്തേക്ക് സുഖം തരും, നൈമിഷികമായ സുഖം തരും, അല്പനേരത്തേക്കുള്ള രസം തരും. പക്ഷേ അത് അധികം നിലനിൽക്കുകയില്ല. അത് എത്ര വേഗം മാഞ്ഞു പോകും, വളരെ വേഗം അത് വിട്ടുപോകും. നൈമിഷികമായ സുഖങ്ങൾ, തൽക്കാലത്തേക്കുള്ള രസങ്ങൾ, തൽക്കാലത്തേക്കുള്ള ഇമ്പങ്ങൾ, ഏതാനും നിമിഷ നേരത്തേക്കുള്ള സുഖങ്ങൾ, ഇതെല്ലാം വിട്ടുപോകും. മനുഷ്യൻ നിത്യതയിലേക്ക് നീങ്ങും. സുഖിച്ച് പുളച്ച് ജീവിക്കുന്ന മനുഷ്യൻ അഹങ്കാരം കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അഹങ്കാരം ഇന്ന് മനുഷ്യനെ ഗ്രസിച്ചിരിക്കുന്ന ഒരു മഹാപാതകമാണ് അഹങ്കാരം. എനിക്കത് സാധിക്കും, ഞാനത് ചെയ്യും, ഞാൻ ആർക്കും കീഴടങ്ങുകയില്ല, എൻ്റെ അപ്പന് ഞാൻ കീഴടങ്ങുകയില്ല, എൻ്റെ അമ്മയ്ക്ക് ഞാൻ കീഴടങ്ങുകയില്ല, എൻ്റെ അധ്യാപകർക്ക് ഞാൻ കീഴടങ്ങുകയില്ല, എനിക്കുണ്ട് വ്യക്തി സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിൽ കൈവയ്ക്കാൻ ഞാൻ ആരെയും സമ്മതിക്കുകയില്ല എന്നിങ്ങനെ ചില ചിന്താഗതികളുമായി ഇന്ന് അനേകർ ചിന്തയില്ലാത്തവരായി ജീവിക്കുകയാണ്, നിശ്ചിന്തരായി ജീവിക്കുകയാണ്, നിർവിചാരികളായി ജീവിക്കുകയാണ്. എപ്പോഴും വിനയത്തോടിരിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. എപ്പോഴും വിനയം, സാക്ഷാൽ ജ്ഞാനത്തിൻ്റെ ലക്ഷണം സൗമ്യതയാണ് എന്ന് അപ്പോസ്തലൻ ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ജ്ഞാന ലക്ഷണമായ സൗമ്യത. ജ്ഞാനിയാണോ? അതാണ് സൗമ്യത. ജ്ഞാനിയാണെങ്കിൽ സൗമ്യത കൈവരിക്കും. സൗമ്യത, താഴ്മ. നമ്മുടെ ആഭരണം താഴ്മയായിരിക്കണം, നമ്മുടെ അലങ്കാരം താഴ്മയായിരിക്കണം. അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ലേഖനത്തിൽ 1 ലേഖനം 3-ാം അധ്യായത്തിൽ പറയും, സൗമ്യതയും സാവധാനതയുള്ള മനസ്സ് എന്നത് അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യനാണെന്ന്, ക്ഷയിക്കാത്ത ആഭരണമാണ് എന്ന്, ക്ഷയിക്കാത്ത അലങ്കാരമാണ് എന്ന്. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ്, അത് സ്ത്രീകളോട് പറയുകയാണ്, ഭാര്യമാരോട് പറയുകയാണ്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം നിങ്ങളുടെ നിർമ്മലമായ നടപ്പ്, ഭയത്തോടുകൂടി നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ട് അറിഞ്ഞ് നിങ്ങളുടെ വചനം കൂടാതെ നിങ്ങളുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതോ പൊന്നണിയുന്നതോ വസ്ത്രം ധരിക്കുന്നതോ ഇങ്ങനെ പുറമേയുള്ളതല്ല. സൗമ്യതയും സാവധാനതയുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെയായിരിക്കണം. ക്ഷയിക്കാത്ത ഭൂഷണം, അക്ഷയഭൂഷണം, ഒരിക്കൽ നശിച്ചു പോകാത്ത ആഭരണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ ഭൂമിയിൽ നിന്ന് അനുഭവിക്കുന്ന സന്തോഷങ്ങൾ എല്ലാം ക്ഷണിക സൗഭാഗ്യങ്ങളാണ്. എല്ലാം തൽക്കാലത്തേക്ക് മാത്രമേ ഉള്ളൂ. മനുഷ്യനത് അറിയുന്നില്ല. മനുഷ്യനത് ചിന്തയില്ലാതെ, അവൻ്റെ ഏറ്റവും വിലപ്പെട്ടതായ ആത്മാവിൻ്റെ കാര്യം ചിന്തിക്കാതെ ഇന്ന് ഈ ലോകത്തിലെ സുഖങ്ങൾ മാത്രം ലയിച്ച് നിൽക്കുന്നു. അഹങ്കാരം അവൻ്റെ മുഖമുദ്രയാണ്. അഹങ്കാരം, അനേകം ആളുകൾ ഈ അഹങ്കാരത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അഹങ്കാരം, അഹംഭാവം, ഞാൻ എന്ന ഭാവം. അഹംഭാവം, ഞാൻ എന്ന ഭാവം. അഹങ്കാരം മൂലം എത്രയോ മനുഷ്യരാണ് കഴിവുള്ളവർ തളർന്നു പോയിട്ടുള്ളത്, വീണു പോയിട്ടുള്ളത്. നെപ്പോളിയൻ ബോണപ്പാർട്ട് യൂറോപ്പിൻ്റെ സിംഹം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. യൂറോപ്പിലെ സിംഹം. വളരെ സമർത്ഥനായ ചക്രവർത്തിയായിരുന്നു, വളരെ സമർത്ഥനായ ചക്രവർത്തി. യൂറോപ്പ് മിക്കവാറും മുഴുവൻ കീഴടക്കി. യൂറോപ്പിൻ്റെ ഭൂഭാഗങ്ങളെല്ലാം തന്നെ നെപ്പോളിയൻ്റെ കീഴിലായി. നെപ്പോളിയൻ ബോണപ്പാർട്ട് ഒരവസരത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇമ്പോസിബിലിറ്റി ഈസ് ദ വേർഡ് ദാറ്റ് ഈസ് ഫൗണ്ട് ഓൺലി ഇൻ ദ ഡിക്ഷണറി ഓഫ് ഫൂൾസ്. വിഡ്ഢികളുടെ നിഘണ്ടുവിൽ മാത്രം കാണുന്നൊരു വാക്കാണ് അസാധ്യം എന്നുള്ളത്. അസാധ്യം എന്ന് പറയുന്നത് വിഡ്ഢികളുടെ നിഘണ്ടുവിൽ മാത്രമേ കാണുകയുള്ളൂ. ഇമ്പോസിബിലിറ്റി ഈസ് ദ വേർഡ് ദാറ്റ് ഈസ് ഫൗണ്ട് ഓൺലി ഇൻ ദ ഡിക്ഷണറി ഓഫ് ഫൂൾസ്. അസാധ്യം എന്ന് പറഞ്ഞൊന്നും ഇല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്ര ചങ്കൂറ്റമായിരുന്നു അദ്ദേഹത്തിന്, അത്ര ചങ്കൂറ്റം. ഒരിക്കൽ കിരീടധാരണ അവസരത്തിൽ അദ്ദേഹം ബിഷപ്പിനെ ക്ഷണിച്ചു, നാട്ടിലെ ബിഷപ്പ്. നെപ്പോളിയൻ അന്ന്
ചക്രവർത്തിയായി സ്ഥാനമേൽക്കുകയാണ്. ബിഷപ്പ് വന്നിരിക്കുന്ന സ്റ്റേജിൽ ബിഷപ്പുണ്ട്, വേറെയും മാന്യ വ്യക്തികൾ പലരുമുണ്ട്. നെപ്പോളിയൻ സാധാരണഗതിയിൽ അന്ന് ചെയ്യേണ്ടിയിരുന്നത് അവിടെ ഒരു കിരീടം വെച്ചിട്ടുണ്ട്. ആ കിരീടം ആ ബിഷപ്പിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ബിഷപ്പ് അത് വാഴ്ത്തി ആ കിരീടം നെപ്പോളിയൻ്റെ തലയിൽ വയ്ക്കണം. നെപ്പോളിയൻ അതിനു വേണ്ടി കാത്തു നിന്നില്ല. നെപ്പോളിയന് അറിയാം, ഞാനാണ് കിരീടാവകാശി, ഞാനാണ് ഇതെടുത്ത് വയ്ക്കേണ്ടത്, എൻ്റേതാണ്. ബിഷപ്പിനെ അവഗണിച്ചുകൊണ്ട്, ബിഷപ്പിനെ ഗവനിക്കാതെ നെപ്പോളിയൻ തന്നെ എടുത്ത് കിരീടം തലയിൽ വെച്ചു. ആളുകൾക്ക് തോന്നി എന്തൊരു അഹങ്കാരമാണെന്ന്. പക്ഷെ മിണ്ടാൻ ധൈര്യമില്ല. മിണ്ടിയാൽ പിന്നെ ജീവൻ ഉണ്ടായിരിക്കില്ല. അങ്ങനെ നെപ്പോളിയൻ അഹങ്കാരിയായിരുന്നു. അഹങ്കാരം മൂലം എത്രയെത്ര ഭൂഭാഗങ്ങൾ കൈയടക്കേണ്ട മനുഷ്യൻ അഹങ്കാരം മൂലം വാട്ടർലൂ യുദ്ധത്തിൽ പിടിക്കപ്പെട്ടു. 1815 വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ തോറ്റു. നെപ്പോളിയൻ സെൻട്രൽ ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു. ഈ വാട്ടർലൂ യുദ്ധം നടക്കുമ്പോൾ ഒരു ദിവസം നെപ്പോളിയൻ പറഞ്ഞു തൻ്റെ സേനാനായകനോട്, ഇന്ന് വൈകുന്നേരം ഫ്രാൻസിൻ്റെ കൊടി, നെപ്പോളിയൻ്റെ കൊടി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് ലണ്ടനിൽ ഉയരും. ലണ്ടനിൽ ഇന്ന് വൈകുന്നേരം എൻ്റെ കൊടി ഉയരും. അതുകൊണ്ട് സേനാനായകൻ വിനീതനായി പറഞ്ഞു, പ്രഭു, അത് അങ്ങ് പറഞ്ഞത് ശരി, എന്നാൽ അങ്ങനെ തന്നെ ആകണമെന്നില്ലല്ലോ, അത് മറിച്ചാകരുതെന്നില്ലല്ലോ. അത് നെപ്പോളിയൻ പറയുന്നു, എന്നാൽ ദൈവം എന്താണ് ചെയ്യുന്നത് അറിയാൻ പാടില്ലല്ലോ. അവിടെ നെപ്പോളിയൻ പറഞ്ഞു, നെപ്പോളിയൻ പറയുന്നു, നെപ്പോളിയൻ അത് തീരുമാനിക്കുന്നു, നെപ്പോളിയൻ അത് ചെയ്തിരിക്കും. നല്ല ഉറപ്പ്. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? അന്ന് പകല് ഭയങ്കരമായ മഴ, ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തതുപോലെ മഴ പെരുമഴ പെയ്യുകയാണ്. ആ പേമാരിയിൽ സൈന്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. നെപ്പോളിയൻ്റെ പ്ലാൻ നടന്നില്ല. അന്ന് വൈകുന്നേരം നെപ്പോളിയൻ പിടിക്കപ്പെട്ടു. ഇന്ന് വൈകുന്നേരം എൻ്റെ കൊടി ലണ്ടൻ നഗരത്തിന് മുകളിൽ പാറിപ്പറക്കുമെന്ന് പറഞ്ഞ നെപ്പോളിയൻ അന്ന് വൈകുന്നേരം വാട്ടർലൂ യുദ്ധത്തിൽ വെച്ച് പിടിക്കപ്പെട്ടു. നെപ്പോളിയൻ ബന്ധനസ്ഥനായി. അഹങ്കാരി തകരേണ്ടി വരും, തളരേണ്ടി വരും. അഹങ്കാരി വീഴേണ്ടി വരും. അവന് എഴുന്നേൽക്കാൻ വയ്യാത്തവണ്ണം ഭയങ്കരമായ വീഴ്ച അവന് നേരിടേണ്ടി വരും. ഇന്ന് അനേകം ആളുകൾ സുഖിച്ച് പുളച്ച് അഹങ്കരിച്ച് ഞാൻ ഏതിന് മതിയായവനാണെന്ന് ഭാവിച്ച് ഇന്ന് ജീവിക്കുന്നു. ഇന്ന് മനുഷ്യന് താഴ്മയില്ല, വിനയമില്ല. നോക്കൂ, സാക്ഷാൽ താഴ്മ ഗോകുൽത്തായിലെ കുരിശ് നോക്കി കാണാം. സാക്ഷാൽ താഴ്മ എന്താണ് എന്ന്. ലോകത്തിൻ്റെ ഉടയവനായവൻ, ലോകത്തിൻ്റെ അധിപതിയായവൻ കുരിശിന്മേൽ തളർന്ന് വിവശതയോടെ കിടക്കുന്നു. ആരെങ്കിലും സഹായിപ്പാനുണ്ടോ എന്ന് നോക്കി ആരെയും കണ്ടില്ല. താനും അവൻ പകച്ചു നോക്കിയെങ്കിലും ആരെയും സഹായിപ്പാൻ കണ്ടില്ല. തുണപ്പാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി ആരെയും കാണുന്നില്ല. ദൈവത്തിന് സ്തോത്രം. താൻ ജീവൻ കൊടുത്ത ലാസർ എവിടെങ്ങാനുണ്ടോ? ഇല്ല, ലാസറിനെ കാണുന്നില്ല. ദൈവമേ, ഞാൻ അനേകം രോഗികൾക്ക് സൗഖ്യം കൊടുത്തു. ആ 12 വർഷമായി രക്തവാർച്ച ഉണ്ടായിരുന്ന സ്ത്രീക്ക് സൗഖ്യം കിട്ടി. അവളെങ്ങാനും ഉണ്ടോ? ഒന്ന് കരയാൻ? ഇല്ല, ആരുമില്ല. അന്ന് യേശുക്രിസ്തു ആ മുടന്തന് സൗഖ്യം കൊടുത്തു, കണ്ണുകുരുടന് കാഴ്ച കൊടുത്തു, മരിച്ചവരെ ഉയർപ്പിച്ചു. ഇവരാരെങ്കിലും ഉണ്ടോ? ആരെയും കാണുന്നില്ല. ആകെ ഉയർന്നു കേൾക്കുന്നൊരു ശബ്ദം, തൂക്കുക തൂക്കുക എന്നൊരു ശബ്ദം മാത്രം. എല്ലായിടത്തും തൂക്കുക തൂക്കുക എന്ന്. ഒന്നും അറിഞ്ഞിട്ടല്ല ജനങ്ങൾ വിളിക്കുകയാണ്. പാവങ്ങൾ, സാധാരണക്കാരായ ആളുകൾ, ഏതോ മഹാപാപം ചെയ്ത ആളാണ് യേശു എന്ന് വിചാരിച്ചു. തൂക്കുക തൂക്കുക എന്ന് വിളിച്ചു. നേതാക്കന്മാർ പറഞ്ഞത് പാവപ്പെട്ടവർ വിശ്വസിച്ചു. പള്ളി പ്രമാണിമാർ പറഞ്ഞത് പാവപ്പെട്ടവർ വിശ്വസിച്ചു. പള്ളിയിലെ മേലാളന്മാർ പറഞ്ഞത് പാവപ്പെട്ടവർ വിശ്വസിച്ചു. ഏതോ ഒരു മഹാഘോരകൃത്യം ചെയ്ത ഒരു ദുഷ്ടനാണ് കുരിശുമേൽ കിടക്കുന്നതാണ് അവർ വിചാരിച്ചത്. അങ്ങനെയാണ് ആ പള്ളിയിലെ മഹാപുരോഹിതന്മാർ പറഞ്ഞ് പരത്തിയിരുന്നത്. മഹാപുരോഹിതന്മാരും പരീശന്മാരും ശാസ്ത്രികളും എല്ലാം പറഞ്ഞ് പരത്തിയിരുന്നത് യേശു മതദ്രോഹിയാണ്, യഹൂദ മതത്തിനെതിരാണെന്നാണ്. യഹൂദ മതത്തിനും യെരൂശലേം ദേവാലയത്തിനെതിരാണെന്നാണ് പറഞ്ഞ് പരത്തിയിരുന്നത്. പാവപ്പെട്ട ജനം അന്ധമായി വിശ്വസിച്ചു. തൂക്കുക തൂക്കുക എന്ന് അവർ ഏറ്റു വിളിച്ചുകൊണ്ടിരുന്നു. യേശു പകച്ചു നോക്കി. ഒരു നല്ല വാക്ക് പറയാൻ ആരെയും കണ്ടില്ല. ആകെ ഏതാനും സ്ത്രീകൾ പ്രാവിനെ പോലെ കുറുകി കരഞ്ഞുകൊണ്ട് അവിടെ കുരിശിൻ താഴ്വരയിൽ കിടക്കുന്നു. അവിടെ അർത്ഥപ്രാണരായി കുരിശിൻ താഴ്വരയിൽ ഏതാനും സ്ത്രീകൾ മാത്രം അർത്ഥപ്രാണരായി ഏതാണ്ട് ബോധരഹിതരായി കിടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, യേശു താഴ്മ അഭ്യസിച്ചു. യേശു നമുക്ക് താഴ്മ അഭ്യസിപ്പിച്ചു തന്നു. താഴ്മ അഭ്യസിക്കാമോ? താഴ്മ സ്വീകരിക്കാമോ? താഴ്മ നമ്മുടെ ആഭരണമായി എടുക്കാമോ? ദൈവത്തിന് സ്തോത്രം. സുഖിച്ച് പിളയ്ക്കരുത്, സുഖിച്ച് പിളയ്ക്കരുത്.
ദൈവത്തിന് സ്തോത്രം. ജോനാഥൻ സ്വിഫ്റ്റ് എന്ന് പറയുന്നൊരു വലിയ സാഹിത്യകാരനുണ്ടായിരുന്നു. ജോനാഥൻ സ്വിഫ്റ്റ് പ്രസിദ്ധനാണ്. അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് ഗളിവേഴ്സ് ട്രാവൽസ്. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടാവോ? ഗളിവേഴ്സ് ട്രാവൽസ്. ഈ ഗളിവർ എന്ന് പറയുന്ന കഥാപാത്രം ഒരു കപ്പലപകടത്തിൽപ്പെട്ടു. കപ്പലപകടത്തിൽപ്പെട്ടിട്ട് ആ മഹാസമുദ്രത്തിൽ നടുക്കുള്ളൊരു ദ്വീപിൽ ചെന്ന് വിട്ടു. ദ്വീപിൽ അദ്ദേഹം ചെന്ന് ഏതാണ്ട് ബോധം കെട്ടവനെ പോലെ അവിടെ മണലിൽ കിടന്നു. രാവിലെ അദ്ദേഹത്തിൻ്റെ ശരീരത്തുകൂടി ഏതാണ്ട് അരിച്ചു കയറുന്നത് പോലെ നോക്കിയപ്പോൾ ചെറിയ മനുഷ്യർ, വിരൽ പോലുള്ള മനുഷ്യർ, 6 ഇഞ്ച് നീളമേ പരമാവധിയുള്ളൂ. ഒരാളുടെ നീളം, ഒരാളുടെ പൊക്കം 6 ഇഞ്ച് പൊക്കം. കുറേ എണ്ണങ്ങളിങ്ങനെ ശരീരത്തിലൂടെ കയറി നടക്കുകയാണ്. ഉറുമ്പരിക്കുന്നത് പോലെ ശരീരത്തിലൂടെ മനുഷ്യരിങ്ങനെ കയറി നടക്കുന്നു. പക്ഷേ സാധാരണ മനുഷ്യരൂപം തന്നെ, മനുഷ്യരെപ്പോലെ കൈയുണ്ട്, തലയുണ്ട്, മനുഷ്യരെപ്പോലുള്ള മുഖമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ പൊക്കമില്ല. 6 ഇഞ്ച് പൊക്കമുള്ള. അല്പം പരിഹാസ സ്വരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എന്താണ് ജോനാഥൻ സ്വിഫ്റ്റ് ഉദ്ദേശിച്ചത്? ബ്രിട്ടീഷുകാർക്ക് അഹങ്കാരമുണ്ട്, അയർലൻഡിലുള്ളവരെക്കുറിച്ച് ഒരു പുച്ഛമുണ്ട്, അയർലൻഡുകാർക്ക് വലിയ സംസ്കാരമില്ല, പരിഷ്കാരമില്ല എന്നൊരു ചിന്തയുണ്ട്. അതുകൊണ്ട് ബ്രിട്ടീഷുകാരൻ്റെ അഹങ്കാരത്തെ ശമിപ്പിക്കാൻ വേണ്ടി ഒരു ഹാസ്യാത്മകമായ രീതിയിൽ അവതരിപ്പിച്ച ഒരു മനോഹരമായ പുസ്തകമാണ് ഗളിവേഴ്സ് ട്രാവൽസ്. സംഭവിച്ചത് കേൾക്കണമോ? ഈ ഗളിവറിനുമുണ്ട് ഒരു അഹങ്കാരം. ഞാൻ 6 അടി പൊക്കമുള്ള മനുഷ്യനാണ്, എനിക്ക് ഇത്രയും വലിയ ആളാണ്, ഇവരൊക്കെ എന്നാ മനുഷ്യർ, ഇവരെ വെറും ചെറിയ വിരൽ പോലെ ഇരിക്കുന്നവർ, ഇവർക്ക് എന്നാ കഴിവുണ്ട്, ഞാനൊന്ന് ഊതിയാൽ പറന്നു പോകാനേ ഉള്ളൂ. ഏതോ ഒരു സമയത്ത് ഈ ശരീരത്തിലേക്ക് വന്ന് നെഞ്ചിൻ്റെ അവിടെ വരെയും നടന്നു വന്ന ഒരു മനുഷ്യൻ ഗളിവർ കിടക്കുകയാണ്. അവിടെ വന്ന് ആ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തൊക്കെ പിടിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും നല്ലപോലെ ഒന്ന് തുമ്മി ഗളിവർ. ഉടനെ തെറിച്ചുപോയി പാവം മനുഷ്യൻ. അത്രയ്ക്കേ ഉള്ളൂ. മനുഷ്യരെ പരിഹസിച്ചു. കേൾക്കൂ, ജോനാഥൻ സ്വിഫ്റ്റ് ഉദ്ദേശിച്ചത് പരിഹാസികളായ മനുഷ്യർ, അഹങ്കാരികളായ മനുഷ്യർ മറ്റുള്ളവരെ പുച്ഛിക്കുന്നവരാണെന്ന്. വീണ്ടും ആ കഥ മുന്നോട്ട് പറഞ്ഞു പോകുമ്പോൾ കാണാം, ഗളിവർ പിന്നെയും ഒരു അപകടത്തിൽപ്പെട്ടു, കപ്പലപകടം. ഈ പ്രാവശ്യം ചെന്ന് കയറുന്ന ദ്വീപിൽ അവിടെയുള്ളവർ ഗളിവറിനേക്കാൾ 10 ഇരട്ടി പൊക്കമുള്ളവരാണ്. 70 അടി, 72 അടി പൊക്കം. ഇതെന്താണ് 72 അടി പൊക്കമുള്ള ഒരു മനുഷ്യർ. അപ്പോൾ ഗളിവറിന് തോന്നി ഞാൻ എത്ര ചെറുതാണ് എന്ന്. വലിയൊരു അടുക്കൽ ചെന്നപ്പോൾ ഞാൻ ചെറുതാണെന്ന് തോന്നി, ചെറിയൊരു അടുക്കൽ ചെല്ലുമ്പോൾ വലുതായി തോന്നി, പക്ഷേ വലിയൊരു അടുക്കൽ ചെന്നപ്പോൾ ചെറുതായി തോന്നി. ഗളിവർ പാഠം പഠിപ്പിച്ച പാഠം ഇതാണ്: ഇന്ന് ബ്രിട്ടീഷുകാരനെ അഹങ്കരിക്കുന്നു, പക്ഷേ നിന്നേക്കാൾ വലിയവനുണ്ട്, അവൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നീ ചെറുതാകും. ഇന്ന് അയർലൻഡിലുള്ളവരെ അവമാനിക്കുന്നവരെ പുച്ഛിക്കുന്നു, എന്നാൽ നിങ്ങളും പുച്ഛിക്കപ്പെടുന്നൊരു കാലം വരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ കഥകളൊന്നും പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ വായിച്ച് രസിക്കാൻ കൊള്ളാം, നല്ല നല്ല പാഠങ്ങൾ കിട്ടുകയും ചെയ്യും. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ജീവിതത്തിൽ താഴ്മ നിങ്ങൾ അഭ്യസിക്കുക. എപ്പോഴും താഴ്മ. ആരോടും പരിഭവം വേണ്ട, ആരോടും പരാതി വേണ്ട, ആരോടും നീരസം വേണ്ട, ആരോടും വൈരാഗ്യം വേണ്ട, ആരോടും ഒരു വിധത്തിലൊരു പരിഭവത്തിൻ്റെയോ പരാതിയുടെയോ കണിക പോലും വേണ്ട. ആകെ സ്നേഹം മാത്രം, ആകെ വിനയം മാത്രം, ആകെ താഴ്മ മാത്രം. നോക്കൂ, കുരിശിലേക്ക് താഴ്മയുടെ പ്രതീകമായി യേശു അവിടെ കിടക്കുന്നു. നോക്കൂ, കുരിശിലേക്ക് രക്തം ചിന്തി യേശു അവിടെ കിടക്കുന്നു. കൈകളും കാലുകളും തുളയ്ക്കപ്പെട്ട് കുരിശിന്മേൽ കിടക്കുന്നു. കർത്താവായ യേശു സ്നേഹത്തിൻ്റെ പ്രതീകമായി, കർത്താവായ യേശു താഴ്മയുടെ പ്രതീകമായി, കർത്താവായ യേശു വിനയത്തിൻ്റെ പ്രതീകമായി കുരിശിന്മേൽ കിടക്കുന്നു. സ്നേഹിതരെ, നിങ്ങൾ കുരിശിലേക്ക് നോക്കൂ. നമുക്ക് അനുകരിക്കാൻ വല്ലതും തോന്നുന്നുണ്ടോ? അവൻ നമുക്ക് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. ഒരു മാതൃക. ഏതോസം അങ്ങനെയാണ് പറയുന്നത്, പത്രോസ് പറയുന്നത് അങ്ങനെയാണ്. അവൻ നമുക്ക് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, ഒരു മറുപടിയുമില്ല, ആരോടും പ്രത്യുത്തരമില്ല, പരാതിയില്ല, പരിഭവമില്ല, വഴക്കില്ല, പിണക്കമില്ല. വിനയത്തോടെ എളിമയോടെ എല്ലാം സ്വീകരിച്ചുകൊണ്ട്, കഷ്ടത സ്വീകരിച്ചുകൊണ്ട്, യാതന സ്വീകരിച്ചുകൊണ്ട് കർത്താവ് കുരിശിന്മേൽ കിടന്നു. ഇന്ന് സ്നേഹിതരെ, നിങ്ങൾ ഓർക്കൂ, നിങ്ങളുടെ മുന്നിൽ യേശുക്രിസ്തു നിൽക്കുകയാണ്. വിനയം അഭ്യസിച്ചവനായി, താഴ്മ ശീലിച്ചവനായി കരനീട്ടി നിൽക്കുന്നു. യാചകനെപ്പോലെ നിൽക്കുന്നു, കെഞ്ചി നിൽക്കുന്നു, മുട്ടി നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹൃദയവാതിൽ തുറന്നു കൊടുക്കുമോ? യേശുവിന് വേണ്ടി ജീവിതം വിട്ടുകൊടുക്കുമോ? യേശുവേ, നീ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പറയുമോ? ദൈവമക്കളെ, നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് മുട്ടി നിൽക്കുന്ന ക്രിസ്തു നിങ്ങളുടെ അഹങ്കാരം മാറ്റും. ഇന്ന് നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്, നാളെ എന്ത് ആരറിയുന്നു?
നിങ്ങൾക്ക് സൗന്ദര്യമുണ്ട്, നാളെ എന്ത് ആരറിയുന്നു? നിങ്ങൾക്ക് പണമുണ്ട്, നാളത്തെ അവസ്ഥ എന്ത് ആരറിയുന്നു? ഇന്ന് നിങ്ങൾ പണ്ഡിതന്മാരായിട്ട് ജ്ഞാനികളാണ്, നാളെ നിങ്ങൾ ഒന്നും കഴിവില്ലാതെ നിങ്ങൾ ചേതനയേറ്റവരായി കിടക്കാൻ പോവുകയാണോ? ആരറിയുന്നു? എല്ലാം ക്ഷണികം, എല്ലാം താൽക്കാലികം, എല്ലാം വിട്ടുപോകുന്നത്. വിട്ടുപോകാത്ത ഒന്നുണ്ട്, അത് ക്രിസ്തു മാത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മാറിപ്പോകാത്ത ഒന്നുണ്ട്, അത് യേശു മാത്രം. ആരെല്ലാം മാറിയാലും മാറാത്തനായ യേശു, സ്നേഹത്തിൻ്റെ പ്രതീകമായ യേശു, താഴ്മയുടെ നിറകുടമായ യേശു ഇന്നിതാ നിങ്ങളുടെ അരികത്ത് വന്ന് കൈനീട്ടി നിന്നുകൊണ്ട് കെഞ്ചുന്നു, മകനെ ഇതിൻ്റെ ഹൃദയം എനിക്ക് തരിക, എൻ്റെ മകളെ ഇതിൻ്റെ ഹൃദയം എനിക്ക് തരിക എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നിങ്ങളുടെ മുന്നിൽ വന്ന് കെഞ്ചുന്നു. ഹൃദയം തുറന്നു കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? അന്ധകാര ശക്തി കീഴടക്കി വെച്ചിരിക്കുന്ന ഈ ഹൃദയം, നാഥ, ഇത്രയും കാലം പിശാച് കൈയടക്കി വെച്ചിരുന്ന എൻ്റെ ഹൃദയം ഞാനിതാ നിനക്ക് തരുന്നു, എൻ്റെ ജീവിതം ഞാൻ കൈമാറുന്നു. ഇത്രയും കാലം പിശാച് കൈയടക്കി വെച്ചിരുന്നതാണ്, ഇത്രയും കാലം സാത്താൻ എൻ്റെ ജീവിതത്തെ നശിപ്പിച്ച് വെച്ചിരുന്നതാണ്, ഇത്രയും കാലം പാപം ചെയ്യാൻ ശീലിപ്പിച്ച ശരീരമാണ്, പാപം ചെയ്യാൻ ശീലിപ്പിച്ചതായ മനസ്സാണ്, പാപം ചെയ്യാൻ ശീലിപ്പിച്ചതായ ഹൃദയമാണ്. എൻ്റെ കർത്താവേ, പിശാച് എന്നെ അഭ്യസിപ്പിച്ചത് പാപം ചെയ്യാനാണ്. പിശാചിന് ചൊൽപ്പടിക്കാൻ നടന്നുപോയി, പിശാചിൻ്റെ വഴിയിൽ ഞാൻ ജീവിച്ചു പോയി. നാഥ, ഇന്ന് ഞാൻ തിരുവൻപാവ് വന്ന് അതിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുകയാണ്. എന്നോട് മനസ്സറിയണമേ നാഥ, എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വന്ന് എനിക്ക് അനുഗ്രഹം പകരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, നിങ്ങളുടെ ജീവിതം കർത്താവിന് സമർപ്പിക്കൂ, ദൈവത്തോട് നിങ്ങൾ വാക്ക് പറയൂ. യേശുവേ, എൻ്റെ നാഥ, എനിക്ക് വേണ്ടി ക്രൂസിൽ വെച്ച രക്ഷക, താഴ്മ എനിക്ക് കാണിച്ചു തന്ന രക്ഷക, വിനയം എന്തായെന്ന് എന്നെ പഠിപ്പിച്ച രക്ഷക, ഇന്ന് ഞാനിതാ എൻ്റെ ആളത്തും തിരുവുമ്പാ ഞാൻ കാഴ്ച അണയ്ക്കുന്നു, കുരിശിൻ ചുവട്ടിലേക്ക് എന്നെ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ഈ ശരീരവും എൻ്റെ പ്രാണനും എൻ്റെ ആത്മാവും നിൻ്റെ പാദപീഠത്തിലേക്ക് ഞാൻ വയ്ക്കുന്നു. ദേഹവും ദേഹിയും ആത്മാവും മുഴുവനായി ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സഭ ഞങ്ങൾക്ക് ദാനമായി തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ കർത്താവേ, ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇന്ന് തീരുമാനമെടുത്ത ഓരോരുത്തരും തൃക്കരം വയ്ക്കണമേ. എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ.